ഹായ് ഗൈസ്, അപ്പോൾ ഞാനും എൻ്റെ തനിക്കുട്ടി ഉറക്കം എനിക്ക് പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പോയത് ബ്രഷ് ചെയ്യാനാണ്. ബ്രഷ് ചെയ്യാനൊക്കെ കുറച്ച് മടിയാണ്, എങ്കിലും ഞാൻ എന്നും ബ്രഷ് ചെയ്യിപ്പിക്കും. ഞാനും എൻ്റെ മോളും എന്നും ഒരുമിച്ചാണ് കേട്ടോ ബ്രഷ് ചെയ്യണേ. പക്ഷേ ഇതുവരെയ്ക്കും അവൾക്ക് പേസ്റ്റൊന്നും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. വെറുതെ അവൾ ആ ബ്രഷ് വെച്ച് ഒന്ന് ബ്രഷ് ചെയ്യും, അത്ര തന്നെ. അല്ലാതെ ഞാൻ വേറെ പേസ്റ്റൊന്നും ഇതുവരെ യൂസ് ചെയ്തില്ല. പിന്നെ പോയി ഞാൻ ബ്രഷ് ചെയ്തു. അവളെ ബ്രഷിൻ്റെ ബാക്കിലൊരു ഡോളുണ്ട്. ആ ഡോളിനെ ലോലിപോപ്പ് കഴിക്കും പോലെ കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. ഇതാണ് അവളെ മെയിൻ ഹോബി, ബ്രഷ് ചെയ്യിക്കുമ്പം. അങ്ങനെ നമ്മൾ ബ്രഷൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ അവളുടെ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ മോളും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി. പുറത്തേക്കൊക്കെ പോയി നോക്കിയപ്പോൾ കണ്ടോ ഗൈസ്, മുറ്റം നിറയെ ഇലയാണ്. അപ്പോൾ ഇന്നലെ രാത്രി കൂടെ ഞാൻ തൂത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കരുതി ആദ്യം പോയി മുറ്റം തൂക്കാമെന്ന്. അങ്ങനെ ഞാൻ മുറ്റം തൂക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ജോലി ചെയ്താലും എൻ്റെ കൂടെ എൻ്റെ മോളും വരും കേട്ടോ. അവളെപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞാൻ മുറ്റം തൂന്നുകൊണ്ടിരിക്കുമ്പോൾ അവളും കൂടെ സഹായിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അവളിരുന്ന് കളിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കല്ലുണ്ട്. ആ കല്ലെല്ലാം എടുത്ത് അവൾ പുറത്തിട്ടിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് അവൾ തിരിച്ചിടുകയാണ്. അവൾ എപ്പോൾ പുറത്തിറങ്ങിയാലും അവൾ ഇവിടെ വന്നിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ട് ഇവിടെയാണ് എൻ്റെ വീട്ടിൽ. പുറത്തിറങ്ങുമ്പോൾ അവൾ എപ്പോഴും ഇവിടെ ഇരിക്കും. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി സ്പീഡിൽ മുറ്റമെല്ലാം തൂത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ തൂക്കാൻ കുറച്ച് പാടാണ്, വെള്ളം വീണ് കിടക്കണോണ്ട് ഇലയെല്ലാം വെള്ളത്തിൽ ഒട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തൂക്കാൻ കുറച്ച് പാടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തൂത്തു പോകും. ഇപ്പോൾ കുറച്ച് നേരം എടുക്കും തൂക്കാൻ. അപ്പോൾ അവൾ എന്തൊക്കെയോ കളിച്ചിട്ട് അവൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പോയി മുറ്റമെല്ലാം തൂത്തു. അപ്പോഴേക്ക് ഏട്ടൻ എണീറ്റ് വന്നു. പിന്നെ ഏട്ടനും മോളും കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് നമ്മൾ അകത്ത് പോവുകയാണ്. അകത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ അടുക്കളയിൽ പോയില്ല. എണീറ്റോടെ ഫ്രണ്ടിൽ മുറ്റം തൂക്കാനാണ് ആദ്യം പോയത്. പിന്നെ ഏട്ടൻ പോയി ബ്രഷ് ചെയ്തിട്ട് ഞാനും എൻ്റെ തനിക്കുട്ടനും കൂടി ഒരുമിച്ച് ചായ ഇടാൻ പോവുകയാണ്. അപ്പോൾ ചായ ഇടാൻ പാത്രം വെച്ചപ്പോഴാണ് ഗൈസ് വെള്ളം ഒഴിക്കാൻ മറന്നത്. അങ്ങനെ പോയി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അതുപോലെ എല്ലാം ചെയ്യാനാണ് എൻ്റെ മോക്കും ഇഷ്ടം. അപ്പം ഞാൻ പാത്രത്തിൽ വെള്ളം ഒഴിക്കണം അവൾ നോക്കി വെച്ചിരുന്നു. എന്നിട്ട് അവളും അതുപോലെ ചെയ്യാൻ നോക്കിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു അതുപോലെ തന്നെ ചെയ്യാണ്. അപ്പോൾ ആരും പേടിക്കേണ്ട, ഞാൻ അവൾ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവൾ വീഴൊന്നുമില്ല, ഞാൻ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായയുടെ എപ്പോൾ പോയാലും ഞാൻ പഞ്ചസാര കുപ്പി തുറക്കണം നോക്കി നിൽക്കുകയാണ് അവൾക്കത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് പഞ്ചസാര കുറച്ചേ കൊടുത്തുള്ളൂ. അപ്പോൾ ആ പഞ്ചസാരയാണ് കേട്ടോ ഈ വീഡിയോ ഫുള്ളും അവളിരുന്ന് കഴിക്കണം. കുറച്ചേ കൊടുത്തുള്ളൂ, പക്ഷേ ആ സ്പൂണിൽ കുറച്ചായിട്ട് എടുത്ത് കഴിക്കണതാണ്. അങ്ങനെ ഞാൻ ചായ ഇട്ടിട്ട് നിന്നപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടൻ പറഞ്ഞു പിന്നെ ബാക്കി ചായ ഏട്ടൻ ഇടാമെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ എൻ്റെ കിളിക്കൂട് മറിഞ്ഞ് വീണു കേട്ടോ. അപ്പോൾ കിളിയുടെ തിനയും വെള്ളവും എല്ലാം താഴെ തൂവിക്കിടന്നു. അപ്പോൾ ഞാൻ കരുതി വേഗം പോയി അത് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ വെള്ളം ഈർപ്പം ഉള്ളതുകൊണ്ട് തിന തൂത്തിട്ട് പോയില്ല. അതുകൊണ്ട് ഞാൻ പോയി അവിടെ കഴുകിയിട്ടു. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത പഞ്ചസാരയാണ് കേട്ടോ അവൾ ഇപ്പോഴും കഴിക്കണേ. അപ്പോൾ ഏട്ട ഇതേപോലെയൊക്കെ എന്നെ ചെറുതായിട്ടൊക്കെ സഹായിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. എന്ത് ചെയ്താലും അതേപോലെയൊക്കെ നോക്കി വെച്ച് ചെയ്യും. നേരത്തെ ഞാൻ സ്റ്റൗ കത്തിച്ച് നോക്കി വെച്ചിട്ടാണ് അവൾ ഇതേപോലെ സ്റ്റൗ കത്തിക്കാൻ നോക്കണത്. അപ്പോൾ ഞാൻ അകത്ത് പോയപ്പോൾ പിന്നെ ഏട്ടനും മോളും കൂടെ കളിച്ചിട്ടിരുന്നു. അപ്പോൾ ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു. പിന്നെ നമ്മൾ തുണി നനയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും എൻ്റെ മോളും കൂടി തുണി നനയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ പിണങ്ങി നിൽക്കുകയാണ്, അവൾ ആദ്യം കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ തുണിയൊക്കെ കൊണ്ട് നനയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ മുകളിൽ പോയി തുണിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടു. കണ്ടോ ഗൈസ് എൻ്റെ തുണി നനയ്ക്കുന്നത്. പിന്നെ ഞാനും മോളും കൂടി താഴെ പോയി കേട്ടോ. അവിടെ പോയപ്പോൾ ഏട്ടൻ ആരെയോ ഫോൺ വിളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവളുടെ ഫിഷ് ടാങ്ക്. അതിലുള്ള മീനിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീനിനെ മാത്രമല്ല കേട്ടോ, അവൾക്ക് കിളിയേയും ഇഷ്ടമാണ്. എന്നിട്ട് അവൾക്ക് ഞാൻ ഒരു കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫുഡ് എടുത്തിട്ട് വന്നു. എന്നിട്ട് ഞാനും എൻ്റെ മോളും കൂടി ഫുഡ് കഴിക്കുകയാണ്. അവൾ തന്നെത്താനെ വാരി കഴിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ പോയി പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഇപ്പോൾ കഴിച്ച പാത്രം ഇപ്പം തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ കഴിയുമ്പോൾ കുറേ പാത്രമാവും കേട്ടോ. അപ്പോൾ മോളുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും കഴുകാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറ്റണ സമയത്ത് പെട്ടെന്ന് തന്നെ ഏട്ട ഉള്ളപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമെല്ലാം കഴുകി വയ്ക്കും. പിന്നെ ഞാൻ പോയി എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി. കണ്ടോ ഗൈസ് ഞാൻ വൃത്തിയാക്കിയത്. ഇതെല്ലാം കണ്ടിട്ട് ഏട്ട അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തനിക്കുട്ടനെ നോക്കി പോവുകയാണ്. അവൾ ഇപ്പോഴും കാർട്ടൂണും കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.